അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ ചർച്ചയിൽ ഞങ്ങൾ 3 പേര് രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മേരി ജോർജിനെ വിളിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു സാമ്പത്തിക അവലോകനം കൂടി ഉണ്ടാവുമെന്നാണ്. അവർ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കുറിച്ചും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും വേണുവും ഞാനും ഒക്കെ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യമാവും. ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ നിഴല് പോലെ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ 3 ദിവസവും വേണുവും ഞാനും ഒക്കെ കോട്ടയത്ത് ഖബറിലേക്ക് വെക്കുന്നത് വരെ കൂടെ മരണം അറിഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കീർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും പറയുമ്പോൾ അങ്ങനെ ഒരു കളിയാക്കി പറയുന്നത് ഒരു ഭംഗിയല്ല എന്ന് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നല്ല. അത് കളിയാക്കി അല്ല പറഞ്ഞത്, കാര്യമായി തന്നെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും അത് പറഞ്ഞത് അല്ല അങ്ങനെയല്ല. ഇതിനകത്ത് ഇൻസിനുവേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു വ്യക്തിഗതമായ ഒരു പരാമർശത്തിലേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ ചർച്ചകളിലും ഒരു സാങ്ക്ടിഫൈഡ് ബോഡി എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ. സാങ്ക്ടിഫൈഡ് ബോഡി എന്ന് ഞാൻ പറഞ്ഞത്, അത് ഇൻസിനുവേഷൻ അല്ല, റെസ്പെക്ട് മാത്രം. ശരി ശരി. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി വേണുവിനും സേനാപതി വേണുവിനും എനിക്കും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവും കടപ്പാടും അത് മറ്റിവിടെ നിൽക്കുന്ന 5 പേരിൽ അവരെക്കാൾ മേലെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും. ഞങ്ങളതാണ് ഉമ്മൻചാണ്ടി. ഇനി പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ നാട്ടിനെ സംബന്ധിച്ച് ശരി 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 പറഞ്ഞത് പൂർത്തിയാക്കും. ഇല്ല ഞാൻ മതി, എനിക്ക് ഇനി രണ്ടാമത് വേണ്ട, കുഴപ്പമില്ല, മതി, അവർ പറഞ്ഞോട്ടെ. അതല്ല, ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടുള്ള 101% ആദരവും സ്നേഹവും കാണിച്ചുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ചത്. അത് കേട്ടവർക്ക് അത് ഒഴിവാക്കുക. അതിന് ഈ പ്രശ്നമില്ല, അത് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് പ്രശ്നമല്ല. നമുക്ക് ഈ വിഷയം എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പോക്കെങ്ങോട്ട്? ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതായത് കേരളത്തെ മുഖ്യമന്ത്രി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി കേരളത്തെ സത്യം പറഞ്ഞാൽ ഒരു 30-35 വർഷം പിന്നോട്ടടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാഷണൽ ഹൈവേ പൂർത്തിയായി വരട്ടെ, അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിച്ച് വരട്ടെ. പക്ഷേ അതുപോലെ വിഴിഞ്ഞം പദ്ധതിയും വന്നു. പക്ഷെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, അവിടുന്ന് നിഷ്കാസിതരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ഇവർ പാവപ്പെട്ടവരെ അങ്ങ് നന്നാക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് ആരെങ്കിലും ഒപ്പിയിട്ടുണ്ടോ? ഞാൻ മുതലപ്പൊഴി മുതൽ അടിമലത്തുറ വരെ തീരത്തുകൂടെ നടന്ന ഒരു സ്ത്രീയാണ് ഞാൻ മാത്രമല്ല, വേറെ ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് അന്ന് കണ്ട കാഴ്ചകൾ ഇന്നും എൻ്റെ കണ്ണ് ഈർന്നണിയിക്കത്തക്ക രീതിയിലുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പണിയുന്ന വീടൊക്കെ നശിച്ചു പോയ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ ഗവൺമെൻറ്?